ഇന്ന് നമ്മൾ പോകുന്നത് മീൻ പിടിക്കാൻ വേണ്ടിയാണ്. അനുശ്രീയാണ് ഇന്ന് ക്യാമറമാൻ. നമുക്ക് പോവാൻ വരൂ. മീൻ ഉണ്ടാവും നമുക്ക്. വലയിടാന്ന് വലയെടുത്തു. വല പൊക്കിയിട്ട് തന്നെ വീണ്ടും ഇടുവേ. പിടിച്ചോളെ. മുത്തച്ഛനതാ പോകുന്നു വടിയും കുത്തി. ഇങ്ങോട്ട് നോക്കൂ മുത്തച്ഛൻ, നോക്കൂതേ. മാമന്റെ മോന് ഓൾറെഡി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോ ശിവലാട്ടനും കൂടെ പോകും. പേന്റൊക്കെ നമ്മള് മടക്കി വെക്കാണ്. നല്ല പേന്റൊക്കെയാണ്. കുറച്ച് വെള്ളമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇതാ പാൻറ് മടക്കി വെച്ച് പോകാൻ നോക്കിയത്. അപ്പോഴാണ് മനസ്സിലായ കുറേ വെള്ളം ഉണ്ടെന്ന്. അങ്ങനെ സയോണിനെ വിട്ട് ഒരു തോർത്തും കൊണ്ടൊക്കെ ഒപ്പിച്ചിട്ടാണ് പിന്നെ വയലിലേക്ക് ഇറങ്ങിയത്. വീഡിയോ എടുക്കാന്ന് വെച്ചാൽ വലിയ കാര്യത്തിൽ ഇറങ്ങിയതാണ് കേട്ടോ വയലിലേക്ക്. അങ്ങനെ അവിടുന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഞങ്ങളിങ്ങനെ കരയിൽ നിന്നിട്ട് ഞാനും സയോണും അങ്ങനെ കേൾക്കുന്നുണ്ടേ. നോക്കുമ്പോൾ എന്താ വിറ്റ് 2 മൈക്കും എൻ്റെ കയ്യിൽ തന്നെയാണ്. മൈക്ക് എടുക്കാണ്ടാ പോയി. അതുകൊണ്ട് ശിവലാടൻ അവിടെ നിന്ന് കൊടുത്ത വോയിസ് ഒന്നും നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതാ വോയിസ് ഓവർ കൊടുക്കേണ്ടിയും വന്ന്. എന്തായാലും പറയാതിരിക്കാൻ വയ്യ. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ അതിങ്ങനെ ഇരുണ്ട് മൂടിയിട്ടൊന്നായിരുന്നില്ല. വീഡിയോ എടുക്കാനും അടിപൊളിയായിരുന്നു. നമുക്കിങ്ങനെ കുറച്ച് നേരം ഇരിക്കാനും പറ്റി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആശാനിതാ വല മെല്ലെ മെല്ലെ പൊക്കി നോക്കുവാണ്. വല്ല മീനും കുടുങ്ങിക്കൊണ്ടോ നോക്കാൻ. പക്ഷേ ആശാൻ പറഞ്ഞ രാവിലെ ഒരുപാട് മീനിനെ കിട്ടിയിട്ടുണ്ടെന്നാൽ ഇപ്പോൾ പൊക്കുന്നൊന്നും മീനൊന്നും നമ്മൾ കാണുന്നില്ല. ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലത്താണ് നമ്മളുള്ളത്. ഇരിക്കാൻ വന്നപ്പോൾ ഒരൊറ്റ മീനും കിട്ടിയില്ല. എന്താണ് ഗൈസ്. ഇപ്പോൾ നമുക്ക് ഒരു വലയും കൂടി ഉണ്ട്. ആ വല ഒന്ന് പോയി നോക്കാം. അത് കുറച്ചങ്ങ് അങ്ങോട്ടാണ്, കാണുന്ന സ്ഥലത്താണ്. ഇപ്പോൾ സമയവും 6:30 പക്ഷേങ്കിൽ ഇപ്പോഴും ഇവിടെ നല്ല വെളിച്ചെല്ലാം. നമ്മളെ മീനിൻ്റെ ചങ്ങായി വരുന്നുണ്ട്. ഇവനാണ്. ആളെ ഓനെ കാണിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കും. പക്ഷെ നമുക്ക് ഓനെ കാണിച്ചേ പറ്റും. ഒക്കെ ഉണ്ട്. പിന്നെ അടുത്ത വല ആൾ പൊക്കി വെക്കാൻ പോവാണ്. ആ വലയിലൊന്നും കിട്ടിയില്ല. 30 മീറ്ററുള്ള വലിയനും അതിലൊന്നുമില്ല. അനുശ്രീയും സായോണും ഇവിടെ വെക്കുവാണ് വെള്ളത്തിലിറങ്ങാണ്ട്. അപ്പം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, എനിക്ക് പേടിയാ. ഓൻ്റെ തെങ്ങും മേലെ തേങ്ങ വീണിട്ട് ഓന്തിയ വെള്ളത്തിൽ നിന്ന് എടുക്കുവാണ്. തേങ്ങ കിട്ടി. തേങ്ങ കിട്ടി. ഭയങ്കര ഒരു കർഷകനും കൂടിയാണ് ഇവ. ഇതിലും കൂടുതൽ കാർഷികത്തിലെല്ലാം താല്പര്യമുണ്ട്. നമ്മൾ അടുത്ത വഴി ലക്ഷ്യമാക്കി ഇങ്ങനെ പുല്ലും ഇതൊക്കെ ഇടകലർന്ന് നിൽക്കുന്ന വഴി കൂടിയാണ് പോകുന്നത്. ഒരുപാട് ദൂരത്തിലാ. അടുത്ത വല നിങ്ങൾ ഈ കാണുന്ന മറ്റേ അതിന് പറയാം തണ്ടാടിൻ്റെ ഇതാണ് കാണുന്നത്. നമ്മളിവിടെ തണ്ടാടി എന്ന് പറയും. നിങ്ങളവിടെ എന്താണെന്ന് അറിയില്ല. വല അവൻ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. വല പൊക്കി അതിലുള്ള എന്താണ് വേസ്റ്റുകൾ ഇതൊക്കെ മാറ്റിയിട്ട് അത് വീണ്ടും താത്തിയിടാൻ പോവാണ്. പൊക്കുന്ന വലയിൽ ഒരു മീനും കാണാൻ പറ്റുന്നില്ല. എന്താ അവസ്ഥ എന്നൊന്നും അറിയൂല. ഇന്ന് മഴ പെയ്യാത്തത് കൊണ്ടാന്ന് തോന്നുന്നു ഇത്രയും മീനൊന്നും. നല്ല മഴ ഉണ്ടാകുമ്പോൾ നല്ല മീനെ കിട്ടുമെന്നാണ് നമ്മൾ ആശാൻ പറയുന്നത്. ഇയാൾ നമ്മളെ മുതലാളിയും കൂടിയാണ്, നമ്മളെ ഇൻറ്റീരിയർ വർക്കിൻ്റെ. പോയി ഗൈസ്. തിരിച്ച് ഞങ്ങള് ഈ കാട്ടുവഴിയിലൂടെയാണ് പോകുന്നത്. കാട് വഴി എന്ന് പറഞ്ഞാൽ കാടൊന്നുമല്ല, പുല്ലൊക്കെ നിറഞ്ഞ ഒരുപാട് പുല്ലൊക്കെ ഉള്ള വഴിയിലൂടെയാണ് പോകുന്നത്. ആശ നമ്മളെ തേങ്ങ തിരിച്ചു വരുമ്പോൾ എടുത്തിരിക്കുകയാണ്. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന 2 പൊട്ടന്മാർ പേടിച്ചിട്ട് പോയി. അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.